നമസ്കാരം കൂട്ടുകാരെ, ടീച്ച് ആൻഡ് ടോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ LDC, LGS, KTET എന്നീ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് SCERT 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ ചാപ്റ്റർ ആദ്യകാല മനുഷ്യജീവിതം. പാഠപുസ്തകങ്ങളിലേക്ക് കടക്കാം. ഇതിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്നത് പ്രാചീന ശിലായുഗത്തിലെ ഗുഹാചിത്രങ്ങളെപ്പറ്റി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ സംഘനൃത്തം, വേട്ടയാടൽ എന്നീ ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഭിംബേട്ക എന്ന് പറയുന്ന പ്രദേശത്താണ്. അതുപോലെ തന്നെ കാട്ടുപന്നി സ്പെയിനിലെ അൽട്ടാമിറ എന്ന് പറയുന്ന പ്രദേശത്തും, കാട്ടുപോത്ത് ഷോവെ എന്ന് പറയുന്ന ഫ്രാൻസിലെ ഷോവെ എന്ന് പറയുന്ന പ്രദേശത്തുമായി കാണപ്പെടുന്നു. ഗുഹാചിത്രങ്ങളിൽ നിന്നും പ്രാചീന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഇതിൽ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, സംഘമായി വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇതുകൂടാതെ ഗുഹാചിത്രങ്ങളിൽ വിവിധ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. സസ്യങ്ങളും ചാറും ചെങ്കൽപ്പൊടിയും ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ചിത്രത്തിൽ കാണുന്ന കാട്ടുപോത്ത്, പന്നി എന്നിവയ്ക്ക് പുറമെ കുതിര, മാൻ, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി തുടങ്ങിയവയുടെ ചിത്രങ്ങളും വിവിധ ഗുഹകളിൽ കാണാൻ കഴിയും. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാതിരുന്ന ഗുഹകളിൽ മൃഗക്കൊഴുപ്പുകൾ ഉപയോഗിച്ച് തീ കത്തിച്ചാണ് വെളിച്ചം ലഭ്യമാക്കിയിരുന്നത്. വേട്ട നടത്തേണ്ട സ്ഥലം, വേട്ടയാടപ്പെടേണ്ട മൃഗം എന്നിവ ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളാണ് വേട്ടയെ സംബന്ധിച്ച ഗുഹാചിത്രങ്ങൾ. ഗുഹകളുടെ മേൽഭിത്തിയിലും ചിത്രങ്ങൾ വരച്ചിരുന്നു. ഇത് പ്രാചീന മനുഷ്യരുടെ വൈദഗ്ധ്യത്തിൻ്റെ തെളിവുകളാണ്. ഇത്രയുമാണ് ഈ ഒരു പേജിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത പേജിൽ നമ്മൾ കാണുന്നത് ഗുഹാചിത്രങ്ങളോടൊപ്പം തന്നെ മറ്റു ചില വസ്തുതകളും നമുക്ക് ഗുഹകളിൽ നിന്നും കണ്ടു കിട്ടിയിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. വേവിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ, ചാരം, മൃഗങ്ങളുടെ എല്ലുകളും തലയോട്ടികളും, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, പ്രാചീന ശിലായുഗ മനുഷ്യരുടെ ചില പ്രത്യേകതകൾ നോക്കാം. പ്രാചീന ശില മനുഷ്യർ കൂട്ടമായാണ് ഇര തേടിയിരുന്നത്. അവരിലെ കരുത്തൻ കൂട്ടത്തെ നയിച്ചു. ഇരതേടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസ്യം അവർ ഭക്ഷിച്ചിരുന്നു. വേട്ടയാടാൻ ശിലായുധങ്ങളാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. അടുത്ത പേജിൽ നമ്മൾ കാണുന്നത് ഇവയ്ക്ക് പുറമെ മൃഗങ്ങളുടെ എല്ല്, ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങൾ എന്നിവയും അവർ ആയുധങ്ങളാക്കി. മൃഗത്തോലും മരത്തോലും വസ്ത്രങ്ങളായി ഉപയോഗിച്ചു. തോലുകൾ തിന്നാനുള്ള സൂചികളായി മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചു. അടുത്ത പേജിൽ നമ്മൾ കാണുന്നത് പ്രാചീന മനുഷ്യർ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിച്ചതിന് നിരവധി തെളിവുകളാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കുറച്ച് ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു സ്ലൈഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമതായി പറയുന്നത് കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. അടുത്തത് കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. അടുത്തത് മരനാരുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ നെയ്തു. അടുത്തതായി പറയുന്നത് മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു. ഇത് നമ്മൾ ആദ്യം ഭിംബേട്ക അതൊക്കെ കണ്ടതാണല്ലോ. ഓക്കെ. അടുത്തതായി പറയുന്നത് ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. അടുത്തതായി എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രാചീന മനുഷ്യർ കൊണ്ടായ മുന്നേറ്റങ്ങളിൽ നമ്മൾ പറയുന്നത്. പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന മുന്നേറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചൊന്ന് പഠിക്കേണ്ടതാണ്. ഇൻ കേസ് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ വല്ലതും വരുവാണെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടും. ഓക്കെ. അടുത്ത പേജിൽ നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമാണ് മധ്യപ്രദേശിലെ ഭിംബേട്ക. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ ഇതിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ
PSC എക്സാമിനും കേറ്ററ്റ് എക്സാമിനും ഏതിനായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഭിംബേട്ക കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? മധ്യപ്രദേശിലാണെന്ന് പറയാം. അതുകൂടാതെ തന്നെ ഭിംബേട്കയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലമാണ് ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷതയായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ഭിംബേട്ക കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് പറയാൻ പറ്റുന്നത് മധ്യപ്രദേശ്. അടുത്തതായി, സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെ മധ്യശിലായുഗം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ മധ്യശിലായുഗത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് ആ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്നത്. അടുത്തതായി, മധ്യശിലായുഗത്തെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതാണ് സൂക്ഷ്മശിലായുഗം. അപ്പോൾ സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? മധ്യശിലായുഗം എന്ന് പറയാം. അടുത്തതായി, വേട്ടയാടൽ വ്യാപകമായി നടന്നിരുന്ന കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ മധ്യശിലായുഗ കാലഘട്ടമാണെന്ന് പറയാം. ഇത്തരത്തിൽ വംശനാശ ഭീഷണി നേരിട്ട ജീവിവർഗങ്ങളിൽ പ്രധാനമാണ് മാമത്ത്. എന്നാൽ ഈ മാമത്തിനെ ഇപ്പോൾ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഈ മാമത്തിനെ പുനഃസൃഷ്ടിക്കുന്ന ദൗത്യത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രധാനി ടോറി ഹെറിച്ച് എന്ന് പറയുന്ന ഫോസിൽ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ മാമത്തിനെ പുനഃസൃഷ്ടിക്കുന്ന ദൗത്യത്തിൽ മുൻകൈ എടുത്തിരിക്കുന്നത് ടോറി ഹെറിച്ച് എന്ന് പറയുന്ന ഫോസിൽ ശാസ്ത്രജ്ഞനാണ്. അടുത്തതായി, യൂറോപ്പിലെയും പടിഞ്ഞാറൻ ഏഷ്യയിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് മധ്യശിലായുഗ കാലഘട്ടത്തിലെ ജനജീവിതത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ബോഗർ, ആദംഘട്ട് എന്നിവിടങ്ങളിൽ നിന്നും മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബോഗർ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ എന്ന് പറയാം. അതുപോലെ തന്നെ ആദംഘട്ട് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. അപ്പോൾ ഈ 2 പോയിന്റ് എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ബാഗോർ എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലാണ്. ആദംഘട്ട് എന്ന് പറയുന്ന പ്രദേശം മധ്യപ്രദേശിലും ആണ്. അടുത്തതായി പറയാനുള്ളത് മധ്യശിലായുഗത്തിൽ വന്ന പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. ഈ പോയിന്റുകൾ നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം ഇതിലേതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് ചോദിക്കാം ഇത് ഏത് കാലഘട്ടത്തിലെ പ്രത്യേകതയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ, സ്ഥിരവാസം ആരംഭിച്ചു. സെക്കൻഡ് വൺ, ദൂരെയുള്ള മൃഗങ്ങളെ വേട്ടയാടാൻ സാധിച്ചു. അടുത്തതായി, വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു. അടുത്തതായി, നായയെ ഇണക്കി വളർത്തി. അടുത്തതായി, ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങി. അടുത്തത്, മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്രത്യേകത തന്നിട്ട് ഇതേത് കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് ഉപയോഗപ്പെടുത്തും. കൂടുതലായിട്ടും ചോദിക്കുന്നത് നായയെ ഇണക്കി വളർത്തിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മധ്യശിലായുഗമെന്ന് എഴുതാം. ഓക്കെ. അടുത്തതായി, യൂറോപ്പിലെയും പടിഞ്ഞാറൻ ഏഷ്യയിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് മധ്യശിലായുഗ കാലഘട്ടത്തിലെ ജനജീവിതത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ബോഗർ, ആദംഘട്ട് എന്നിവിടങ്ങളിൽ നിന്നും മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബോഗർ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ എന്ന് പറയാം. അതുപോലെ തന്നെ ആദംഘട്ട് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. അപ്പോൾ ഈ 2 പോയിന്റ് എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ബാഗോർ എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലാണ്. ആദംഘട്ട് എന്ന് പറയുന്ന പ്രദേശം മധ്യപ്രദേശിലും ആണ്. അടുത്തതായി പറയാനുള്ളത് മധ്യശിലായുഗത്തിൽ വന്ന പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. ഈ പോയിന്റുകൾ നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം ഇതിലേതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് ചോദിക്കാം ഇത് ഏത് കാലഘട്ടത്തിലെ പ്രത്യേകതയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ, സ്ഥിരവാസം ആരംഭിച്ചു. സെക്കൻഡ് വൺ, ദൂരെയുള്ള മൃഗങ്ങളെ വേട്ടയാടാൻ സാധിച്ചു.
അടുത്തതായി വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു. അടുത്തതായി നായയെ ഇണക്കി വളർത്തി. അടുത്തതായി ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങി. അടുത്തത് മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്രത്യേകത തന്നിട്ട് ഇതേത് കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് ഉപയോഗപ്പെടുത്തും. കൂടുതലായിട്ടും ചോദിക്കുന്നത് നായയെ ഇണക്കി വളർത്തിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മധ്യശിലായുഗമെന്ന് എഴുതാം. ഓക്കെ. അടുത്തതായി നമ്മൾ നോക്കുന്നത് നവീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതകളാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് തടിയുടെ പിടിയിട്ട കൽക്കോടാലിയും കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു. അടുത്തതായി മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു. അടുത്തതായി കല്ല്, തടി, എല്ല് തുടങ്ങിയവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചു. അടുത്തതായി ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു. അടുത്തതായി മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. അടുത്തതായി കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. അടുത്തതായി ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു. അടുത്തതായി തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു. അടുത്തതായി എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നവീന ശിലായുഗത്തിലെ പ്രത്യേകതകളായി നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോൾ 3 ശിലായുധങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. അതിലോരോന്നിലും വന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞതാണ്. ഓക്കെ, ഇതെല്ലാം ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഇതുകൂടാതെ ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റം മനുഷ്യ ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു. പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യ വർധനവ് തുടങ്ങിയവ ഇതിന് കാരണങ്ങളായി ചൂണ്ടിക്കാണപ്പെടുന്നുണ്ട്. നദീതടം കേന്ദ്രീകരിച്ച് മനുഷ്യർ കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്തു. കൃഷി ഈ കാലഘട്ടത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ മാറ്റങ്ങളെ ചരിത്രകാരനായ ഗോൾഡൻ ചൈൽഡ് നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരെന്ന് ചോദിച്ചാൽ ഗോൾഡൻ ചൈൽഡ് എന്ന് പറയാം. അപ്പോൾ ഗോൾഡൻ ചൈൽഡ് ആരാണ്? നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ചരിത്രകാരനാണ് ഗോൾഡൻ ചൈൽഡ്. ഇതുകൂടാതെ ഗോൾഡൻ ചൈൽഡിനെ കുറിച്ച് ചെറിയൊരു എക്സ്ട്രാ നോട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അതെന്താണെന്നൊന്ന് നോക്കാം. ഓസ്ട്രേലിയയിൽ ജനിച്ച പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമായിരുന്നു വി ഗോൾഡൻ ചൈൽഡ്. ചരിത്രാദികാലത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ സഹായകമായി. മനുഷ്യർ സ്വയം നിർമ്മിക്കുന്നു, ചരിത്രത്തിൽ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ മനുഷ്യർ സ്വയം നിർമ്മിക്കുന്നു, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നിവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഗോൾഡൻ ചൈൽഡിൻ്റെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മനുഷ്യർ സ്വയം നിർമ്മിക്കുന്നു, അതുകൂടാതെ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു. എക്സാമിന് വേണമെങ്കിൽ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു, ഇത് ആരുടെ ഗ്രന്ഥമാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഗോൾഡൻ ചൈൽഡ് എന്ന് പറയാം. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കുന്നത് നവീന ശിലായുഗത്തിലെ മനുഷ്യർ ഭക്ഷണാവശ്യത്തിന് മൃഗങ്ങളെ വളർത്തി. കാർഷികാവശ്യത്തിനായും മൃഗപരിപാലനത്തിനായും നവീന ശിലായുഗ മനുഷ്യർ സ്ഥിരവാസം ആരംഭിച്ചു. ഇതുകൂടാതെ ഗോതമ്പ്, ബാർലി, ചണം, വിവിധയിനം കിഴങ്ങുകൾ, നെല്ല്, വാഴ തുടങ്ങിയവ നവീന ശിലായുഗത്തിലെ പ്രധാന വിളകളാണ്. ഓക്കെ, ഇതും ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ ഒരു എടക്കൽ ഗുഹയെക്കുറിച്ച് ഒരു ചിത്രം, എടക്കൽ ഗുഹയിലെ ചുമർ ചിത്രങ്ങൾ കാണാൻ കഴിയും. ഇത് എടക്കൽ ഗുഹ എവിടെ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വയനാടാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് മറ്റൊരു ഉദാഹരണമാണ് സ്വിറ്റ്സർലൻഡിലുണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ. അപ്പോൾ തടാക ഗ്രാമങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? സ്വിറ്റ്സർലൻഡ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ് തടാക ഗ്രാമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് തടാകത്തിൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത്. ഇതുകൂടാതെ പലസ്തീനിലെ ജെറീക്കോയിൽ നവീന ശിലായുഗ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ
പലസ്തീനിലെ ജെറീക്കോയിൽ നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ജെറീക്കോയും തടാക ഗ്രാമം സ്വിറ്റ്സർലൻഡും ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, തടാക ഗ്രാമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. എങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്? തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തൂലും കളിമണ്ണും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, ജെറീക്കോ എവിടെയാണ് കാണപ്പെടുന്നത്? പലസ്തീനിലാണ് ജെറീക്കോ കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കുന്നത് നവീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് തെളിവ് ലഭിക്കുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് വടക്കൻ ഇറാഖിലെ ജാർമോ. അപ്പോൾ ജാർമോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് വടക്കൻ ഇറാഖ്. ഇനി അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. നിരവധി മൺകുടിലുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കല്ലുകൊണ്ടാണ് ഇവയുടെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. ഭിത്തികൾ വെയിലത്തുണക്കിയ ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. മണ്ണ് കുഴച്ച് വെയിലത്ത് ഉണക്കി നിർമ്മിച്ചതായിരുന്നു അവയുടെ മേൽക്കൂരകൾ. ജനങ്ങൾ കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു. അവർ ആഹാര സാധനങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്തിരുന്നു. ഇതും നമുക്ക് ജാർമോയിൽ നിന്ന് മനസ്സിലാക്കി എടുത്തതാണ്. ചരിത്രകാരന്മാർ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ജാർമോ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എവിടെ പറയാം? വടക്കൻ ഇറാഖിൽ. ഓക്കെ, ഇതുകൂടാതെ നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ജനസംഖ്യ വർധനവ്, കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത എന്നിവയാണ് ഇതിന് കാരണമായത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് താമ്രശിലായുഗം. പോകാം. ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായിരുന്നു താമ്രശിലായുഗം. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പുകൊണ്ടുള്ള ഉപകരണങ്ങളും നിർമ്മിച്ചു. താമ്രശിലായുഗത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രമാണ് തുർക്കിയിലെ ചാദൽ ഹുയൂക്ക്. അപ്പോൾ ചാദൽ ഹുയൂക്ക് എവിടെയാണ്? തുർക്കിയിലാണ്. ഓക്കെ, നഗരജീവിതത്തിൻ്റെ ആദിമരൂപം നിലനിന്നിരുന്ന കേന്ദ്രങ്ങളായിരുന്നു ഇത്. വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്ന് കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. ഗോതമ്പ്, ബാർലി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഏറെ പുരാതനവും വിസ്തൃതവുമായ ഈ കേന്ദ്രത്തിന് ഇപ്പോഴും ഖനനം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ചാദൽ ഹുയൂക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് തുർക്കിയിലാണ്. ഓക്കെ, അതുപോലെ താമ്രശിലായുഗം ഏത് ടൈപ്പ് കാലഘട്ടത്തെയാണ് നമ്മൾ താമ്രശിലായുഗം എന്ന് പറയുന്നത്? അവിടെ നമുക്ക് പറയാം എന്താണ്? ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ താമ്രശിലായുഗം എന്ന് പറയുന്നത്. താമ്രം എന്ന് പറയുന്നത് ചെമ്പാണ്. ഓക്കെ, അടുത്ത പേജിലേക്ക് പോകാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രമാണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരാൻ ചാൻസ് ഉണ്ട്. താമ്രശിലായുഗത്തിലെ തെളിവുകൾ ലഭിക്കുന്ന മെഹർഗഡ് എവിടെയാണ്? അത് ബലൂചിസ്ഥാൻ. അപ്പോൾ മെഹർഗഡ് എവിടെയാണ്? ബലൂചിസ്ഥാൻ. മെഹർഗഡിൽ നിന്ന് നമുക്ക് ഏത് കാലഘട്ടത്തിൻ്റെ തെളിവുകളാണ് ലഭിക്കുന്നത്? അത് താമ്രശിലായുഗത്തിലെ തെളിവുകളാണ് ലഭിക്കുന്നത്. ഇതുകൂടാതെ ഗോതമ്പ്, ബാർലി എന്നിവ അവിടെ കൃഷി ചെയ്തിരുന്നു. അടുപ്പുകളോട് കൂടിയ വീടുകൾ ചെളി കൊണ്ട് നിർമ്മിച്ചിരുന്നു. മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചിരുന്നതിനും അവിടെ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചതിനുള്ള തെളിവും എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്? മെഹർഗഡ്, ബലൂചിസ്ഥാനിലെ മെഹർഗഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളെയാണ് ആദ്യകാലത്ത് മനുഷ്യർ ആശ്രയിച്ചിരുന്നത്. ആവശ്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഉപകരണങ്ങൾ മെച്ചപ്പെടുത്തി. മെച്ചപ്പെട്ട ഉപകരണങ്ങൾ സാമൂഹിക ജീവിതത്തിന്റെ പുരോഗതിക്ക് സഹായകമായി. ഇത് ലോഹ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്.